ശബരിമലയിലേക്കുള്ള മിൽമ നെയ് മറിച്ചുവിറ്റ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ദേവസ്വം മന്ത്രി ഇന്ന് ആഭ്യന്തര വകുപ്പിന് കത്ത് കൈമാറും. ഗുരുതര വീഴ്ചയുണ്ടായോ എന്ന ദേവസ്വം സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതിനിടെ ബോർഡ് പ്രഖ്യാപിച്ച ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ശബരിമലയിലേക്കുള്ള നെയ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിട്ടത് പരിശോധനകളില്ലാതെയായിരുന്നുവെന്നാണ് ദേവസ്വം സെക്രട്ടറിയുടെ റിപ്പോർട്ടിലുള്ളത്. ഗുണനിലവാരമുണ്ടെന്ന് ഉറപ്പ് ലഭിക്കാതെ നെയ് കടത്തിവിടാൻ പാടില്ലെന്ന ചട്ടം ലംഘിച്ചതിൽ ഉദ്യോഗസ്ഥ ഒത്താശ നിലനിൽക്കുന്നു. മിൽമയുടെ നെയ് എവിടെ വെച്ച് മാറ്റി നിറച്ചു തുടങ്ങിയ സംശയങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ദേവസ്വം വകുപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പിനെ സമീപിക്കുന്നത്. ദേവസ്വം സെക്രട്ടറി എം ജി രാജമാണിക്യത്തിന്റെ റിപ്പോർട്ട് സഹിതമാണ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കത്ത് കെ മുരളീധരൻ ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറുക. ഇതിനിടെ വിവാദമുയർന്നപ്പോൾ തന്നെ പ്രഖ്യാപിച്ച ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ദേവസ്വം വിജിലൻസ് എസ് പി സുനിൽകുമാർ മിൽമ ഉദ്യോഗസ്ഥരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടും. നെയ്യെത്തിച്ച കരാറുകാരനോട് രേഖകൾ സഹിതം ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക്, ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന, ബോർഡിനുണ്ടായ സാമ്പത്തിക നഷ്ടം തുടങ്ങിയവയാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നത്. മിൽമയുടെ പാക്കറ്റുകളിൽ ഗുണനിലവാരം കുറഞ്ഞ നെയ് നിറച്ച് 85.73 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് ആരോപണം. ജനം, തിരുവനന്തപുരം.